വിശ്വസ്തരാണോ? അൽ അമാന. അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നമ്മൾ എല്ലാവരോടും വിശ്വസ്തത കാണിക്കണം. ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ കുറേ നിസ്കരിക്കുന്നത്, നോമ്പ് നിൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, ഇതൊന്നും ആളുകളിലേക്ക് നോക്കിയിട്ട് അത് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ അവരെ വിലയിരുത്തരുത്. സിദ്ഖുൽ ഹദീസും അദാഉൽ അമാനത്തും, അവർ സത്യമാണോ പറയുന്നത്, അവനെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരാണ്, ഫാമിലിയൽ ലൈഫ് കഴിഞ്ഞുകൂടുന്നവരാണ്. ഫാമിലി ഉണ്ട്, ആ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അൽ ഹുഖൂഖുൽ അഹ്ലിയ. അതുപോലെ സാമ്പത്തികമായിട്ട് പലതരം ഇടപാടുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ്സുകളായാലും കച്ചവടങ്ങളായാലും അൽ ഹുഖൂഖു തിജാരിയ, അൽ ഹുഖൂഖുൽ മാലിയ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിധിവിലക്കുകൾ ശരീഅത്ത് പറയുന്നുണ്ടല്ലോ സാമ്പത്തികമായിട്ട്, അത് പാലിക്കുക. അതുപോലെ ദുനിയാവിൽ, ഈ ലോകത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്ന എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ, അതൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ആ സെയിൽസ്മാൻ അവൻ്റെ ബോസിനോട്, ഓണറോട് കാണിക്കേണ്ട ഒരു അമാനത്തുണ്ട്, ഒരു വിശ്വസ്തതയുണ്ട്. ഒരു ബിസിനസ്സിലെ ഒരു പാർട്ണർ ആണെങ്കിൽ മറ്റേ പാർട്ണറോട് കാണിക്കേണ്ട വിശ്വസ്തതയുണ്ട്. ഇതുപോലെ എല്ലാ അർത്ഥത്തിലും വിശ്വസ്തത കാണിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും വളരെ വ്യക്തമായി സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ സീരിയസ്നെസ് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പറയുന്നുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തത ഇല്ലാത്തവന് ഈമാൻ ഇല്ലാത്തതുപോലെയാണെന്ന്.